കരയാതടാ, കേട്ടിട്ടില്ലേ? എവറി ബ്രേക്കപ്പ് ഈസ് എ വേക്കപ്പ് കോൾ. തന്നോടല്ലോ. എടാ നീ ഇങ്ങനെ ഞങ്ങളുടെ മുന്നിൽ കിടന്ന് കരയണേ, അവളെ ഫോണിൽ വിളിച്ച് കരയാ. സംഭവം കുറച്ച് സീനാണ്. ഗൂഗിൾ പേയിൽ വരെ ബ്ലോക്ക് ചെയ്തല്ലോ. 5 പൈസ ഇനി ചോദിക്കാൻ പറ്റൂലല്ലോ. എടാ അവള് പോയ അടുത്തവള് 30 വയസ്സിന് പെണ്ണ് കിട്ടുന്ന കാര്യം തന്നെ എങ്ങനെയെങ്കിലും അവനൊന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുമ്പോ എടാ നീ വിഷമിക്കലടാ, ഞാൻ അവളെ വിളിക്കാം. അവന്റെ തട്ട. ഹലോ ഹലോ അശ്വതി, രമേശ് ചേട്ടനാണ് കേട്ടോ മോളെ. ഹലോ അശ്വതി അല്ലേ? പിന്നെ ഞാൻ വിളിച്ചത് എന്തിനാന്ന് നോക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അവനായിട്ട് ഇനി ഒരു ബന്ധവുമില്ല. ഇതാരാ? എല്ലാരും ഉണ്ടല്ലേ? എന്നാ കേട്ടോ, ഇവനെ പോലൊരു ടോക്സിക് പരനാറിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എല്ലാം പോലെ നമുക്ക് അതൊക്കെ സംസാരിച്ച് തീർത്തൂടെ? അങ്ങനെ സംസാരിച്ചാൽ മാറുന്ന അസുഖമല്ല അവന്റെ. നിങ്ങളോടായോണ്ട് പറയാം, അവർ പോവട്ടാണ്. അതെങ്ങനെ ഒരു പ്രശ്നമാവും. ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരല്ലേ. അവൻ പണ്ടിങ്ങനെ ആരോടും മിണ്ടത്തില്ല. ഒന്ന് കമ്പനിയല്ലേ മിണ്ടത്തുള്ളൂ. ഹലോ, അത് ഇൻട്രോവേർട്ട്, ഇതിന്റെ അരമ്പ്. അവന്റെ വാട്സപ്പ് ഒന്ന് എടുത്ത് നോക്ക്, അപ്പൊ അറിയാം അവന്റെ സ്വഭാവം. എന്തായാലും അവൻ ഇങ്ങോട്ട് ബ്രേക്കപ്പ് പറഞ്ഞോണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. ഉല്ലാസാണ് മോളോട് ബ്രേക്കപ്പ് പറഞ്ഞത്. ആ അതെ. അശ്വതി മോളെ എനിക്ക് കല്യാണത്തിന് വിളിക്കണേ, ചേട്ടന്മാർ 2 പേരും വരും. ഓക്കെ. ഇപ്പൊ നിനക്ക് കരയണ്ട പട്ടി. കഴിഞ്ഞ ദിവസം കള്ളുപിടിച്ച് വിറ്റായപ്പോഴേക്ക് അവളെന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച അശ്വതിയെ മുഴുവാക്കാതെ കുറച്ച് നേരം കൂടെ ചാറ്റ് ചെയ്തപ്പോ അവള് പറയാ ഓഡിയോ കോളിൽ 100, വീഡിയോ കോളിൽ 300. എന്ത് വൃത്തിട്ട് ഫോട്ടോടാ ഇവനീ ഫോണിൽ ചെയ്യുന്നത്. സ്ത്രീലമ്പണൻ, അഴുക്കച്ചക്കൻ, തന്തേക്കാൾ മോശം. നമ്മുടെ മാന്യന്മാർ.